ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കുക്കിംഗ് ഫ്രേസസ് നോക്കാം, അല്ലേ? കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് നമുക്കൊന്ന് നോക്കാം. മെയിൻലി കുക്കിംഗ് ബേസ്ഡ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ തരുവാണെങ്കിൽ, നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും കുറച്ച് ഉപ്പിടട്ടെ, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഇത് നന്നായിട്ട് ഇളക്കട്ടെ, സ്റ്റിർ ചെയ്യട്ടെ, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്യട്ടെ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് വെക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം, അല്ലേ? സോ ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. നോർമലി മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടു, അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ പെട്ടുപോകാവോ? ഇല്ല. സോ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ബാച്ച് കുക്കിംഗ്. എന്താണ് ഈ ബാച്ച് കുക്കിംഗ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഓരോരോ ബാച്ച് ആയിട്ട് ചിലപ്പോൾ ക്ലാസ് എടുക്കാമെന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അതുപോലെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ബാച്ച് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാർജർ പോർഷൻ ഓഫ് മീൽസ്, അതായത് ഫുഡ് എന്ത് ചെയ്യുക, നമ്മൾ കുക്ക് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്തിട്ട് വെക്കും ഫോർ ലേറ്റർ യൂസിന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പം സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും, നെക്സ്റ്റ് ഡേ കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? സോ ഇപ്പോൾ നമ്മൾ മീൻ കറി അങ്ങനെ വെക്കാറുണ്ടാവും, അല്ലെ? ഫിഷ് കറി, ചിക്കൻ കറിയൊക്കെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി കൂടി ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പോർഷനിൽ, ഒരു ലാർജർ പോർഷനിൽ ഉണ്ടാക്കിയിട്ട് മീൽസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഫോർ വാട്ട് എവർ യു വാണ്ടഡ്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, കഴിക്കാം. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ബാച്ച് കുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫൈൻലി ഡൈസ്ഡ്. വാട്ട് ഇസ് ഇറ്റ്? ആ ഡൈസ് എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ട്. ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബ്സ് ആയിട്ട് എന്നാണല്ലേ പറയാം. സോ അങ്ങനെ ഡൈസ് പോർഷനിലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫൈനായിട്ട് ചെറുതായിട്ട്, പക്ഷേ ഡൈസിൻ്റെ അല്ലെങ്കിൽ ആ ക്യൂബിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുക, ഫൈൻലി ഡൈസ്ഡ് എന്ന് പറയാം. ചില സമയത്ത് നമ്മൾ ക്യുക്കുംബറൊക്കെ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, കട്ട് ചെയ്ത് വെക്കാറുണ്ട്. മേ ബി ക്യാരറ്റ്സ് വെക്കാറുണ്ട് സാലഡ്സിലൊക്കെ ഇടുന്ന സമയത്ത്, അല്ലേ? സോ അതിനാണ് നമ്മൾ ഫൈൻലി ഡൈസ്ഡ് എന്ന് പറയും, കട്ടിംഗ് ഫുഡ് ഇൻ ടു ക്യൂബ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സീസൺ ടു ടേസ്റ്റ്. ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും കുറച്ച് ഉപ്പിടട്ടെ, അല്ലെങ്കിൽ പെപ്പർ ഇടട്ടെ, കുറച്ച് ടേസ്റ്റി ആവാൻ വേണ്ടി, സംതിങ് ടു ടേസ്റ്റ് ഗുഡ്, അല്ലേ? അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ സീസൺ ടു ടേസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അവിടെ സീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ വിൻ്റർ സീസൺ, പിന്നെ സമ്മർ സീസൺ എന്നൊക്കെ പറയുന്ന പോലെയാണോ? അല്ല. ഇതെന്താണ് സീസൺ ടു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ആഡ് ആസ് മച്ച് സോൾട്ട് ഓർ പെപ്പർ ഓർ ആസ് മച്ച് ഓഫ് എ സ്പൈസ് ഓർ ഹെർബ്, അല്ലേ? മേ ബി നമ്മൾ ഹെർബ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൈസസ് ആയിരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള, അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ പോലെയുള്ള സ്പൈസസ് ആയിരിക്കാം മേ ബി യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സംതിങ് ടു ടേസ്റ്റ് ഗുഡ്, അല്ലേ? ആ ഫുഡ് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ആഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സീസൺ ടു ടേസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റിർ ഫ്രൈ. എന്താണ് സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇളക്കുന്നതിനാണ്, അല്ലേ? സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, ഭയങ്കര ഹൈ ഹീറ്റിൽ, നമ്മളിപ്പോൾ പാനൊക്കെ ചൂടാക്കിയിട്ട് ഹൈ ഹീറ്റിൽ എന്ത് ചെയ്യും, കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ സ്റ്റിർ ചെയ്തെടുക്കുക. അത് വേവിച്ചെടുക്കുകയാണ്, അത് സ്റ്റിർ ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സ്റ്റിർ ഫ്രൈ എന്ന് പറയും. നമ്മൾ കൂടുതലും ഇപ്പം ചില കുക്കിംഗ് വീഡിയോസിൽ കാണാൻ പറ്റും, ഹൈ ഫ്ലെയിമിൽ എന്ത് ചെയ്യാം, ഹീറ്റിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ മേ ബി ഈ പാൻ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഇളക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പാച്ചുലോ സംതിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇളക്കുകയും ചെയ്യും, അല്ലേ? സോ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സ്റ്റിർ ഫ്രൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പൈപ്പിംഗ് ഹോട്ട്. എന്തായിരിക്കും, എന്തോ ഒന്ന് ചൂട് ബേസ് ചെയ്തിട്ടാണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഹോട്ട്, അല്ലേ? ഇനി പൈപ്പിംഗ് ഹോട്ട്, ദ ഫുഡ് വാസ് പൈപ്പിംഗ് ഹോട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ comment section comment cheya. Okay, and I hope this video was useful. To know more about the courses we offer at English Cafe, please click the link in the description. Thank you. English Cafe, we present you the perfect English.